സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. ഇപ്രകാരം ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാദമിക അന്തരീക്ഷം തകിടം മറിക്കുന്ന തരത്തിലുള്ളതാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ സഭയ്ക്ക് ബർമിംഗ്ഹാമിൽ പുതിയ ആസ്ഥാന മന്ദിരം. സീറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അജപാലന ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുന്നതിനും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ ആസ്ഥാന മന്ദിരവുമായാണ് സെപ്റ്റംബർ 16-ന് പാസ്റ്ററൽ സെന്റർ പ്രവർത്തനം തുടങ്ങുക. സെപ്റ്റംബർ 16-ന് സഭാ തലവൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാസ്റ്ററൽ സെന്ററിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നിർവഹിക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായിട്ടാണ് പാസ്റ്ററൽ സെന്റർ യാഥാർത്ഥ്യമാകുന്നത്. ഭ്രൂണഹത്യക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസിയായ വീട്ടമ്മയ്ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷ. ന്യൂയോർക്കിലെ മാൻഹാട്ടനിൽ ഫെഡറൽ കോടതിയാണ് 33 വയസ്സുള്ള യുവ അമ്മയും പ്രോ ലൈഫ് ആക്ടിവിസ്റ്റുമായ ബെവ്ലിൻ ബീറ്റിക്ക് ക്ലിനിക് പ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച് തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. അബോർഷൻ ക്ലിനിക്കിന് പുറത്ത് സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം ക്ലിനിക് ജീവനക്കാരന്റെ പ്രവേശനം തടഞ്ഞെന്നാണ് ബെവ്ലിന് നേരെയുള്ള ആരോപണം. ബെവ്ലിൻ ബി.ടി. വില്യംസിനെ 3 വർഷവും 5 മാസവുമാണ് തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഭ്രൂണഹത്യ നടത്താൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് നേരെ ഭീഷണിയുമായി നിലകൊണ്ടുവെന്നാണ് കോടതി പറയുന്നത്. ഫ്രാൻസിലെ പാരീസ് ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ നടന്ന ക്രൈസ്തവ അവഹേളനത്തെ നിന്ദ്യമായ പരിഹാസമെന്ന് അപലപിച്ച് ക്രോക്സ്റ്റൺ ബിഷപ്പ് ആൻഡ്രൂ കൊസെൻസ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ അവഹേളനത്തോട് പ്രതികരിക്കാനും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ഇത്രയും വലിയ വേദിയിൽ നിന്ദ്യമായ രീതിയിൽ ചിത്രീകരിച്ചു. ഇത് വിശ്വാസികളായ ഞങ്ങളെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത ദുഃഖം ഓരോ വിശ്വാസിക്കും ഉണ്ടായെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. തെക്കൻ എത്യോപ്യയിലെ മണ്ണിടിച്ചിലിൽ 257 പേർ മരണപ്പെട്ടതിൽ അനുശോചനം അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ജൂലൈ 21-22 തീയതികളിലായിരുന്നു എത്യോപ്യയിലെ കെൻചോ സാഷെ ഗോസെഡി മലനിരയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോടും രക്ഷാപ്രവർത്തകരോടും മാർപ്പാപ്പ തന്റെ അടുപ്പം അറിയിച്ചു. അതോടൊപ്പം ലോകമെമ്പാടും പട്ടിണിയും ദുരിതങ്ങളും തുടരുമ്പോൾ ആയുധങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും യുദ്ധങ്ങൾക്കും മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്കും ഇന്ധനം നൽകുന്നുവെന്നും ജൂലൈ 28 ഞായറാഴ്ചയിലെ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ അപലപിച്ചു.